നമസ്കാരം. കോട്ടയം ജില്ലയിലെ കുറുപ്പന്തറയ്ക്കടുത്ത് ലിഖിത മോൾക്കും ടിൻഡോ തോമസിനും വേണ്ടി മലപ്പുറം ജില്ലയിലെ ചേളാരി ബിൽഡിംഗ് ഡിസൈനേഴ്സ് നിർമ്മിച്ച ഒരു ഇന്റർലോക്ക് ഭവനത്തിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയത്. ഞങ്ങൾ എന്താണോ മനസ്സിൽ ആഗ്രഹിച്ചത് അത് തന്നെ ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങളുടെ ഈ വീടിന്റെ ഓരോ മുക്കും മൂലയും പണിയുന്നതിന് മുമ്പേ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവര് സങ്കല്പത്തിലുള്ള വീട് എന്നുള്ള ഒരു രീതിയിൽ തന്നെ നമുക്ക് ചെയ്തു തന്നു. 1750 സ്ക്വയർ ഫീറ്റിൽ 3 കിടപ്പുമുറികളും മറ്റെല്ലാ സൗകര്യങ്ങളോടും കൂടി നിർമ്മിച്ച ഈ വീടിന്റെ വിശേഷങ്ങൾ കാണാം ഇന്ന്. ബഡ്ജറ്റ് ഹോംസിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഒറ്റ നോട്ടത്തിൽ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ സ്ലോപ്പ് റൂഫിന്റെയും ഫ്ലാറ്റ് റൂഫിന്റെയും കൂടി ഒരു കോമ്പിനേഷനിലാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടും അതിനോട് ചേർന്നുള്ള ലിവിംഗ് സ്പേസിന്റെയും റൂഫിംഗ് ട്രസ് വർക്ക് ചെയ്ത് സെറാമിക് ഓട് വിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിനോട് ചേർന്ന് തന്നെ ഇന്റീരിയറിൽ ഒരു കോട്ടയാട് വരുന്നുണ്ട്. ആ കോട്ടയാടിന്റെ ഫ്രണ്ടിലേക്ക് ഫേസ് ചെയ്യുന്ന ഭാഗമാണ് ടെറാക്കോട്ട ജാളി വർക്ക് ചെയ്ത് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതിനോട് ചേർന്ന് വരുന്നത് മാസ്റ്റർ ബെഡ്റൂമാണ്. ആ ബെഡ്റൂമിലായിട്ട് ഒരു ബേ വിൻഡോയും നൽകിയിട്ടുണ്ട്. 14:5 സൈസിൽ ഒരുക്കിയിരിക്കുന്ന ഒരു സിറ്റ് ഔട്ടാണ് ഈ വീടിനുള്ളത്. വളരെ മനോഹരമായ ഒരു കളർ കോമ്പിനേഷൻ നമുക്കിവിടെ കാണാൻ കഴിയും. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിന്റെ കൂടെ ലൈറ്റ് ഗ്രേ കളർ വരുന്ന ടൈലുകളാണ് ഇന്റീരിയറിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു വശത്തായിട്ടുള്ള പില്ലറിന് ഗ്രാനൈറ്റ് ആണ് കവറിങ്ങിന് ഉപയോഗിച്ചിട്ടുള്ളത്. ട്രസ് വർക്ക് ചെയ്ത ഈ ഒരു റൂഫിങ്ങിന്റെ ഭാഗത്തായിട്ട് സീലിംഗ് ഓടുകൾ നൽകിയത് അതിന്റെ മനോഹാരിത ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്നുണ്ട്. ഹവായിയുടെ റെഡിമെയ്ഡ് സ്റ്റീൽ ഡോസ് ആണ് ഇവിടെ പ്രധാന വാതിലിനായിട്ട് നൽകിയിട്ടുള്ളത്. ബ്ലാക്കിന്റെയും വുഡിന്റെയും മനോഹരമായ ഒരു കളർ കോമ്പിനേഷൻ കൂടി നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതിനോട് ചേർന്ന് നമ്മുടെ ലിവിംഗ് സ്പേസിൽ നിന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ 3 വിൻഡോസ് കൂടി ഇവിടെ നൽകിയിരിക്കുന്നു. ഇനി വീടിന്റെ അകത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ എൻ്റർ ചെയ്യുന്നത് ഈ ഒരു ലിവിംഗ് സ്പേസിലേക്കാണ്. 10-14 സൈസിൽ ഒരുക്കിയിരിക്കുന്ന ഈ ഒരു ലിവിംഗ് സ്പേസ് വളരെ സിമ്പിൾ ആയ രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. 2 വശങ്ങളിലായിട്ട് 3 പാളിയുടെ 2 വിൻഡോസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ലിവിംഗ് സ്പേസിന്റെയും നമ്മുടെ കോട്ടയാടിന്റെയും റൂഫിന് ഒരു പ്രത്യേകതയുണ്ട്. എ ഷേപ്പിൽ ട്രസ് വർക്ക് ചെയ്ത് ഓട് വിരിച്ചിട്ടാണ് ഈ ഒരു ഏരിയ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വീടിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലെ റൂഫ് എല്ലാം തന്നെ ഫ്ലാറ്റ് റൂഫ് കോൺക്രീറ്റ് ആണ് ചെയ്തിട്ടുള്ളത്. ഇന്റീരിയറിനെ കുറച്ചുകൂടി മനോഹരമാക്കുന്നതിന് ഈ ഒരു ഭാഗത്തായിട്ട് റൂഫിംഗ് ടൈല് കൂടി നൽകിയിട്ടുണ്ട്. കൂടാതെ ഇവിടെ സീലിംഗ് ഫാൻ നൽകിയിരിക്കുന്നത് നമുക്ക് കാണാം. ഒരു GAയുടെ സ്ക്വയർ ട്യൂബ് നൽകിയ ശേഷം സെന്ററിലായിട്ട് ഹുക്ക് കൊടുത്തിട്ടാണ് ഈ ഒരു ഫാൻ ഇവിടെ തൂക്കിയിട്ടുള്ളത്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം നമ്മുടെ ലിവിംഗ് സ്പേസിന്റെയും ഡൈനിങ് ഏരിയയുടെയും ഇടയിലുള്ള ഈ ഒരു സെപ്പറേഷൻ വാളാണ്. അലുമിനിയം ഫാബ്രിക്കേഷൻ ഉപയോഗിച്ച് ഇത് നിർമ്മിച്ചതിലൂടെ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവായി തന്നെ ഇത് നിർമ്മിക്കാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ ഇതിന്റെ സെന്ററിൽ വരുന്ന ഈ ഒരു TV ഏരിയ നമുക്ക് ഡൈനിങ് ഏരിയയിൽ നിന്നും ലിവിംഗ് ഏരിയയിൽ നിന്നും കാണാൻ പറ്റുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ ചേളാരി ബിൽഡിംഗ് ഡിസൈനേഴ്സ് MD എഞ്ചിനീയർ ശ്രീ KV മുരളീധരൻ ഡിസൈൻ ചെയ്യുന്ന ഇന്റർലോക്ക് ഭവനങ്ങൾക്കെല്ലാം എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാകാറുണ്ട്. ഇവിടെ ഈ വീടിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു കോട്ടയാടാണ്. 8-12 സൈസിലാണ് ഈ ഒരു ഏരിയ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഫ്ലോറിങ്ങിന്റെ കാര്യം ഇവിടെ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. നമ്മൾ ബേബി മെറ്റലിന്റെ മുകളിലായിട്ട് നാച്ചുറൽ ആയിട്ടുള്ള പെബിൾസും കടപ്പയുമാണ് ഈ ഒരു ഏരിയയെ കൂടുതൽ മനോഹരമാക്കുന്നത്. ഫ്രണ്ടിലേക്ക് ഫേസ് ചെയ്യുന്ന ഈ ഒരു വാള് ടെറാക്കോട്ട ജാളി വെച്ചിട്ടാണ് കവർ ചെയ്തിട്ടുള്ളത്. ആവശ്യത്തിന് നാച്ചുറൽ ലൈറ്റും എയറും പ്രൊവൈഡ് ചെയ്യുന്നതിന് ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട്. പ്രൊട്ടക്ഷന്റെ ഭാഗമായിട്ട് ഇവിടെ ചെറിയൊരു നെറ്റ് കൂടി നൽകിയിട്ടുണ്ട്. ഈ ഒരു വാള് ഇന്റർലോക്ക് ബ്രിക്സ് അതുപോലെ നിലനിർത്തി എക്സ്പോസ് ചെയ്ത് ടെറാക്കോട്ട റെഡ് പെയിന്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. കോട്ടയാടിന്റെ റൂഫിന്റെ ഒരു ഭാഗം സ്ലോപ്പ് റൂഫ് ചെയ്ത് സെറാമിക് ഓട് വിരിച്ചിരിക്കുന്നു. ഇന്റീരിയറിൽ റൂഫിംഗ് ടൈൽ ഉപയോഗിച്ചിട്ടുണ്ട്. ബാക്കി ഭാഗം GAയുടെ ഗ്രില്ലിട്ട് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള പോളി കാർബണേറ്റ് ഷീറ്റും വെച്ച് കവർ ചെയ്തിരിക്കുന്നു. ഈ ഒരു കോട്ടയാടിന് ബോർഡർ ആയിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു പില്ലറിനായിട്ട് നമ്മൾ ക്ലാഡിംഗ് ടൈലുകളും ഉപയോഗിച്ചിരിക്കുന്നു. വിശാലമായിട്ടുള്ള ഒരു ഹാൾ സ്പേസിലേക്കാണ് പിന്നീട് നമ്മൾ എത്തുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഡൈനിങ് സ്പേസ് ഇവിടെയാണ് ഒരുക്കിയിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ കിച്ചണും നൽകിയിരിക്കുന്നു. നമ്മൾ നേരത്തെ കണ്ട ഇന്റീരിയർ കോട്ടയാടിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടെ ഒരു പാഷ്യോ ഒരുക്കിയിരിക്കുന്നത്.
ഈ ഒരു വീടിന്റെ ഡിസൈനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എയർ സർക്കുലേഷനും നാച്ചുറൽ ലൈറ്റിനും വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തു എന്നുള്ളത് തന്നെയാണ്. അതിന് അനുയോജ്യമായ രീതിയിലുള്ള ഇന്റീരിയർ കളർ കോമ്പിനേഷനാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതും. വൈറ്റും ലൈറ്റ് ഗ്രേയും വുഡനും കളർ കോമ്പിനേഷൻ വരുന്ന രീതിയിലാണ് ഈ വീടിന്റെ അകത്തളം ഒരുക്കിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ലൈറ്റ് കളേഴ്സ് കൊണ്ട് നമ്മൾ ഇന്റീരിയർ ഒരുക്കുമ്പോൾ നമുക്കൊരു ബ്രൈറ്റ്നസ് കൂടുതലായിട്ട് കിട്ടുന്നതിന് സഹായിക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുകയും ചെയ്യും. 4-2 സൈസിലുള്ള മാറ്റ് ഫിനിഷിങ്ങോട് കൂടിയ ലൈറ്റ് ഗ്രേ കളറുള്ള ടൈലുകളാണ് വീടിന്റെ അകം മുഴുവൻ വിരിച്ചിരിക്കുന്നത്. 3 കിടപ്പുമുറികളോട് കൂടിയാണ് ഈ വീട് ഒരുക്കിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് എല്ലാ ബെഡ്റൂംസും നൽകിയിട്ടുള്ളത്. നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കടക്കുന്നതിന്റെ തൊട്ടുപുറത്തായിട്ട് ലിവിംഗ് സ്പേസിൽ നിന്നാണെങ്കിലും ഡൈനിങ് ഏരിയയിൽ നിന്നാണെങ്കിലും ഒക്കെ കാണാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ ഒരു പ്രയർ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാളിന്റെ ബോർഡർ ഡിസൈനുകളെല്ലാം തന്നെ സിമന്റ് പ്ലാസ്റ്ററിംഗ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. സെന്റർ പോർഷനിലായിട്ട് ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ലൈറ്റ് കൂടി ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ ഒരു പ്രയർ ഏരിയയുടെ സെന്റർ പോർഷനിൽ ഒരു വൈറ്റ് കളർ ടെക്സ്ചർ വർക്ക് നൽകിയിരിക്കുന്നത് നമുക്ക് കാണാം. അതിന്റെ ചുറ്റുമായിട്ട് ഒരു വാം ലൈറ്റ് കൂടി നൽകിയിട്ടുണ്ട്. സ്റ്റോറേജ് യൂണിറ്റ് എല്ലാം ഒരുക്കിയിരിക്കുന്നത് അലുമിനിയം ഫാബ്രിക്കേഷൻ തന്നെയാണ്. ഇനി നമുക്ക് മാസ്റ്റർ ബെഡ്റൂം ഒന്ന് കാണാം. 12-15 സൈസിൽ ഒരുക്കിയിരിക്കുന്ന അതിവിശാലമായ ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്രേ കളർ ഷെയ്ഡ് വരുന്ന അതേ ടൈല് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇരുവശങ്ങളിലായിട്ട് 2 വിൻഡോസ് നൽകിയിട്ടുണ്ട്. ഫ്രണ്ടിലേക്ക് ഫേസ് ചെയ്യുന്ന ഈ ഒരു ബെഡ്റൂമിന്റെ ഭാഗത്തായിട്ട് നമ്മളിവിടെ ബേ വിൻഡോ ആണ് നൽകിയിരിക്കുന്നത്. അവിടെ വിരിച്ചിരിക്കുന്നത് വുഡൻ ഷെയ്ഡ് വരുന്ന ടൈലുകളാണ്. ഈ ഒരു വാള് കംപ്ലീറ്റ് ആയിട്ട് വരുന്ന രീതിയിലുള്ള ഒരു അലമാറയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ബെഡ്റൂമിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഡ്രസ്സിംഗ് ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് എൻ്റർ ചെയ്യുന്ന രീതിയിലാണ് മാസ്റ്റർ ബെഡ്റൂമിന്റെ ടോയ്ലറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ വീടിന്റെ രണ്ടാമത്തെ കിടപ്പുമുറിയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. പ്രയർ ഏരിയയോട് ചേർന്ന് തന്നെയാണ് രണ്ടാമത്തെ കിടപ്പുമുറി ഇവിടെ നൽകിയിട്ടുള്ളത്. എല്ലാ ബെഡ്റൂംസിന്റെയും വാതിലുകൾ കംപ്രസ്ഡ് വുഡ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതും കട്ടിളകൾ GI കൊണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതുമാണ്. 12-10 സൈസിൽ ഒരുക്കിയിരിക്കുന്ന ഈ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യത്തോട് കൂടിയുള്ളതാണ്. ബെഡ്റൂമിന്റെയും മൂന്നാമത്തെ ബെഡ്റൂമിന്റെയും ഇടയിൽ വരുന്ന രീതിയിലാണ് ഈ വീടിന്റെ വാഷ് ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് കളർ വാഷ് ബേസിനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ടോപ്പായിട്ട് നൽകിയിരിക്കുന്നത് ഗ്രേ ഷെയ്ഡ് വരുന്ന നാനോ വൈറ്റ് ടൈല് തന്നെയാണ്. താഴെയുള്ള ഭാഗം സ്റ്റോറേജ് യൂണിറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിസ്ത ഗ്രീൻ ഷെയ്ഡ് വരുന്ന അലുമിനിയം ഫാബ്രിക്കേഷൻ ഡോറുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. വാഷ് ബേസിനോട് ചേർന്ന് വരുന്ന മിറർ വരുന്ന ഈ ഒരു വാള് വളരെ മനോഹരമായിട്ടുള്ള ഒരു വലിയ ഡിസൈൻ വരുന്ന രീതിയിലുള്ള ടൈലാണ് വിരിച്ചിട്ടുള്ളത്. മുകളിലുള്ള ഭാഗം നമ്മൾ സ്റ്റോറേജ് യൂണിറ്റ് ആയിട്ട് സെറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വാഷ് ഏരിയയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അയൺ ചെയ്യുന്നതിനുള്ള സൗകര്യം ഇവിടെ നൽകിയിട്ടുള്ളത്. ഫോൾഡിംഗ് ആയ രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. 12-10 സൈസിൽ തന്നെയാണ് ഈ വീടിന്റെ മൂന്നാമത്തെ കിടപ്പുമുറിയും ഒരുക്കിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം ഇല്ലാത്തതിനാൽ തന്നെ അതിനോട് ചേർന്ന് വരുന്ന രീതിയിൽ ഒരു കോമൺ ടോയ്ലറ്റ് കൂടി ഇവിടെ നൽകിയിട്ടുണ്ട്.
കാണാൻ പോകുന്നത് ഈ വീടിന്റെ മനോഹരമായ മറ്റൊരിടമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഹാളിൽ നിന്നൊരു പാഷ്യോ കൂടി ഇവിടെ വരുന്നുണ്ട് എന്നുള്ളത്. ജിഐയുടെ ഡോക്കം വിൻഡോസ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഈ ഒരു 2 ഭാഗം നമുക്ക് ഡോറായിട്ടും അതോടൊപ്പം തന്നെ ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ അത് വിൻഡോ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. വുഡനും വൈറ്റും കളർ കോമ്പിനേഷൻ വരുന്ന രീതിയിലാണ് ഈ ഒരു ഡോക്കം വിൻഡോ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു പാഷ്യോ 16x10 സൈസിലാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ ഒരു സ്റ്റെപ്പൊക്കെ കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പേൾ ഗ്രാസ് ഒക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുമുണ്ട്. നമ്മൾ ആ ഇന്റീരിയറിൽ ഉപയോഗിച്ച അതേ ടൈല് തന്നെയാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. സ്റ്റെപ്സിനായിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റും ഒരുക്കിയിരിക്കുന്നു. വൈകുന്നേരങ്ങളിലൊക്കെ ഒന്ന് ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു പ്രൈവസി കിട്ടുന്ന രീതിയിലുള്ള ഒരു സ്പേസ് കൂടിയാണിത്. 6 പേർക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള ഒരു സജ്ജീകരണമാണ് നമ്മൾ ഡൈനിങ് ഏരിയയ്ക്ക് ഇവിടെ നൽകിയിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ നാച്ചുറൽ ലൈറ്റ് പരമാവധി ഉള്ളിലേക്ക് എത്തുന്ന രീതിയിലുള്ള ഒരു 4 പൊളിയുടെ വിൻഡോ കൂടി നൽകിയിട്ടുണ്ട്. അതിനോട് ചേർന്നാണ് നമ്മുടെ കിച്ചൺ ഇവിടെ നൽകിയിട്ടുള്ളത്. നമ്മൾ നേരത്തെ കണ്ട പാഷ്യോയുടെ തൊട്ട് ഇപ്പുറമായിട്ടാണ് കിച്ചണും കൊടുത്തിരിക്കുന്നത്. ഓപ്പൺ കിച്ചൺ മാതൃകയിലാണ് ഈ വീടിന്റെ കിച്ചൺ. നമ്മൾ കിച്ചണിലേക്ക് കടക്കുന്ന ഈ ഒരു ഭാഗത്തായിട്ട് അലുമിനിയം ഫാബ്രിക്കേഷന്റെ ഒരു ക്രോക്കറി ഷെൽഫ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. തൊട്ടിപ്പുറമായിട്ട് നമ്മൾ ഓപ്പൺ ആയി കിടക്കുന്ന ഈ ഒരു ഭാഗത്ത് നമ്മൾ നേരത്തെ വാഷ് ബേസിനിൽ കണ്ടിട്ടുള്ള നാനോ വൈറ്റിന്റെ ഗ്രേ കളർ ടോപ്പ് തന്നെയാണ് ഈ ഒരു കിച്ചണിന്റെ ടോപ്പ് മുഴുവനായിട്ട് നൽകിയിട്ടുള്ളത്. താഴെയുള്ള ഭാഗം ഫൈബർ ലൂവേഴ്സ് കൂടി നൽകിയിരിക്കുന്നു. ക്രോക്കറി ഷെൽഫിന്റെ തൊട്ട് പിറകിലായിട്ടാണ് ഫ്രിഡ്ജിന്റെ പൊസിഷൻ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് എൽ ഷേപ്പിലുള്ള കിച്ചൺ കൗണ്ടർ കൂടാതെ ഫ്രിഡ്ജിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്തും കിച്ചൺ കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ താഴെയെല്ലാം പിസ്ത ഗ്രീൻ ഷെയ്ഡ് വരുന്ന അലുമിനിയം ഫാബ്രിക്കേഷൻ ഡോസ് ഉപയോഗിച്ചുള്ള സ്റ്റോറേജ് സ്പേസ് കൂടി നൽകിയിട്ടുണ്ട്. മോഡുലാർ കിച്ചൺ നൽകിയിരിക്കുന്നത് ഇവിടെയാണ്. ഇതിന്റെ മുകളിലുള്ള ഈ ഒരു ഭാഗം പോലും അലുമിനിയം ഫാബ്രിക്കേഷൻ ഉപയോഗിച്ച് കവർ ചെയ്തിട്ടുണ്ട്. കിച്ചണിനോട് ചേർന്ന് തന്നെയാണ് ഈ വീടിന്റെ വർക്ക് ഏരിയ നൽകിയിട്ടുള്ളത്. പ്രത്യേകം സെപ്പറേഷനോ ഡോറോ ഒന്നും ഇവിടെ നൽകിയിട്ടില്ല. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷിംഗ് മെഷീൻ നൽകിയിരിക്കുന്നത്. ഈ ഒരു വശത്തായിട്ട് ഒരു ചെറിയ കൗണ്ടർ ഒരുക്കിയിരിക്കുന്നു. ഇവിടെ ഒരു വാഷ് ഏരിയയും അതുപോലെ താഴെയുള്ള ഭാഗമെല്ലാം സ്റ്റോറേജ് യൂണിറ്റുകളായി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ടിൻഡോ തോമസ്. അത് നമ്മുടെ സ്ഥലം വരുന്നത് കോട്ടയം ജില്ലയിലാണ്. ഞാനൊരു ടൂർ ആൻഡ് ട്രാവൽസ് ഏജൻസിയാണ് നമ്മുടെ ഇതായിട്ട് നടക്കുന്നു. പിന്നെ വൈഫ് ലിഖിത മോൾ ജോസഫ്. ഞാൻ നേഴ്സാണ്. ഞങ്ങൾക്കൊരു മോനുണ്ട്. മോൻ്റെ പേര് ജാക്വിൻ ടോംസ് ടിൻഡോ എന്നാണ്. മോൻ 9 വയസ്സായി. അവനിപ്പോൾ സ്ഥലത്തില്ല. യൂട്യൂബ് വീഡിയോസിലൂടെയാണ് ഞങ്ങൾ ബിൽഡിംഗ് ഡിസൈനേഴ്സിനെ കുറിച്ച് ആദ്യമായിട്ട് അറിയുന്നത്. പിന്നെ ഒരുപാട് വീഡിയോസ് കണ്ടു കഴിഞ്ഞപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനുകളും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്ലാനിങ്ങുകളും എല്ലാം കണ്ടപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നി. അങ്ങനെ ഞങ്ങൾ കമ്പനിയായിട്ട് ബന്ധപ്പെട്ടു. അവിടുന്ന് നമുക്കൊരു സൂപ്പർവൈസറുടെ നമ്പർ തന്നിരുന്നു. അങ്ങനെ സൂപ്പർവൈസറുമായിട്ട് സംസാരിച്ച് സൂപ്പർവൈസർ ഇവിടെ വന്ന് നമ്മുടെ സൈറ്റ് കണ്ട് പിന്നെ പണിയാൻ പോകുന്ന വീടിനെക്കുറിച്ച് നമുക്കൊരു വ്യക്തമായൊരു പ്ലാൻ ഉണ്ടായിരുന്നു. നമുക്ക് എങ്ങനെ ഇന്നതിന് വേണം, എന്ത് വേണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അത് നമ്മൾ സൂപ്പർവൈസറുമായിട്ട് ഷെയർ ചെയ്തു. അങ്ങനെ നമ്മുടെ പ്ലാനുകളും നമ്മുടെ ഐഡിയകളും എല്ലാം പറഞ്ഞതനുസരിച്ച് നമ്മളൊരു പ്ലാൻ വരച്ച് അങ്ങനെ ആണ് നമ്മൾ ഈ ഇതിനകത്തേക്ക് വന്നത്. എങ്ങനെയാണെങ്കിലും വളരെ മനോഹരമായിട്ട് നമ്മുടെ മറ്റേ പ്ലാൻ അനുസരിച്ച് അവർ മനോഹരമായിട്ട് അവരുടേതായ ഒരു ഇതിൽ നമുക്ക് പ്ലാൻ തരികയും അതെ എല്ലാം നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ ഒരു വീടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ബിൽഡിംഗ് പണിയും നടക്കുന്ന സമയത്ത് ഓരോ ഘട്ടത്തിലും നമുക്ക് നമ്മുടേതായ അഭിപ്രായങ്ങളും ആശയങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞു. അതിനനുസരിച്ച് വളരെ നല്ല രീതിയിൽ അവർ കോപ്പറേറ്റ് ചെയ്തു.
പണിക്കാരാണെങ്കിലും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല, ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും നമുക്കങ്ങനെ വന്നിട്ടില്ല. ഓരോ പണി കഴിയുമ്പോഴും അതിനനുസരിച്ച് പുതിയ പുതിയ പണിക്കാർ വന്നുകൊണ്ടിരുന്നു. അങ്ങനെ നമുക്ക് എല്ലാം നമ്മൾ പറയുന്ന നമ്മുടെ ആശയങ്ങളും ഐഡിയകളെല്ലാം മനസ്സിലാക്കുന്ന പണിക്കാരും സൂപ്പർവൈസറും എല്ലാം ആയതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നിട്ടില്ല. എന്താണേലും ഇപ്പം ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. ഞങ്ങൾ എന്താണോ മനസ്സിലാഗ്രഹിച്ചത് അത് തന്നെ ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾ ഈ വീടിൻ്റെ ഓരോ മുക്കും മൂലയും പണിയുന്നതിന് മുമ്പേ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവർ സങ്കല്പത്തിലുള്ള വീട് എന്നുള്ള ഒരു രീതിയിൽ തന്നെ നമുക്ക് ചെയ്തു തന്നു. ഇന്റർലോക്ക് ബ്രിക്സിൻ്റെ കുറിച്ച് ഞാൻ കേട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തുടക്കത്തിൽ നല്ല ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഞങ്ങളുടെ സംശയങ്ങളെല്ലാം സൂപ്പർവൈസറുമായിട്ടും സംസാരിച്ച് ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് തോന്നി. എങ്കിലും 1-2 വീടുകൾ ഞങ്ങൾ പോയി കണ്ടു. അവരുമായിട്ട് ആ വീടുകാരുമായിട്ട് സംസാരിച്ചതിൻ്റെ ബേസിൽ നമുക്ക് മനസ്സിലായി കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾ കംപ്ലീറ്റ്ലായിട്ട് കമ്പനിയെ ട്രസ്റ്റ് ചെയ്തു. അങ്ങനെയാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. പണിയുടെ ഓരോ ഘട്ടത്തിലും ഇത് വന്ന് കാണുന്ന ഈ നാട്ടിലിതൊരു ഒരു പുതുമയുള്ള ഒരു സംവിധാനമായിട്ടാണ് എല്ലാവരും കണ്ടിരുന്നത്. കാണുന്നവരെല്ലാവരും ആശങ്കയാണ് രേഖപ്പെടുത്തിയിരുന്നത്. പക്ഷേ എങ്കിലും ഞങ്ങൾ ഇതിൽ തന്നെ ട്രസ്റ്റ് ചെയ്തു. അങ്ങനെയാണ് പണി മുന്നോട്ട് പോയത്. പണിക്കാർക്ക് താമസിക്കാനായിട്ട് നമ്മളിവിടെ ഒരു വീട് റെൻറ്റിനെടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കതൊരു ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് വീടെടുത്ത് കൊടുത്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്കും അത് എളുപ്പമായി. നമുക്ക് കൂടുതൽ സമയം വർക്ക് ചെയ്യാനൊക്കെയുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. ബഡ്ജറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബഡ്ജറ്റ് നമ്മൾ പ്ലാനിങ്ങിൽ നമ്മളോട് പറഞ്ഞിരുന്നത് 31.5 ലക്ഷം രൂപയാണ്. പ്ലസ് സർവീസ് ചാർജുമാണ് പറഞ്ഞിരുന്നത്. അതിൽ നിന്ന് നമുക്ക് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇൻറ്റീരിയറിൻ്റെതായിട്ടുള്ള മാറ്റങ്ങളും പിന്നെ നമ്മുടെ ലാൻഡ്സ്കേപ്പുകൾ അതെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് ഇതിന് പുറമെ ചിലവായിട്ടുണ്ട്. അല്ലാത്ത അതർവൈസ് എല്ലാം ഓക്കെയാണ്. നമുക്ക് സാറ്റിസ്ഫൈഡ് ആണ് ഞങ്ങൾ. 1750 സ്ക്വയർ ഫീറ്റിൽ 3 കിടപ്പുമുറികളും മറ്റെല്ലാ സൗകര്യങ്ങളോടും കൂടി നിർമ്മിച്ച ഈ വീടിന് ഇന്റീരിയർ ഉൾപ്പെടാതെ ഏകദേശം 32 ലക്ഷം രൂപയാണ് ചെലവ് വരിക. കേരളത്തിൽ എവിടെയും ഇത്തരത്തിലുള്ള വീട് നിർമ്മിക്കുന്നതിനായി ചേളാരി ബിൽഡിംഗ് ഡിസൈനേഴ്സിനെ സമീപിക്കാവുന്നതാണ്. ഈ ഒരു ബഡ്ജറ്റ് വീട് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ബഡ്ജറ്റ് ഹോംസിന്റെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു ബഡ്ജറ്റ് വീടുമായി കാണുന്നവരെ ദിസ് അപർണ ഷിബിൻ സൈനിങ് ഓഫ്.